ദിവ്യകാരുണ്യമെന്ന പരിശുദ്ധിയിലേക്ക് നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ മുഷിഞ്ഞ പാപം നിറഞ്ഞ കുഞ്ഞു അവസ്ഥകളെപ്പറ്റി നാം ചിന്തിക്കുന്നത്. ആദ്യമായി ഈശോയെ സ്വീകരിക്കാൻ വെള്ള ഉടുപ്പും വെള്ളപ്പൂക്കളും ആദ്യമായി കുമ്പസാരമെന്ന കൂദാശയും സ്വീകരിച്ച് കൊതിയോടെ ഈശോയെ സ്വീകരിക്കാൻ ഓടിയെത്തിയിരുന്നൊരു ബാല്യകാലം നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ വലുതായപ്പോൾ ആ വിശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. ധൂർത്തപുത്രനെ പോലെ ഏറ്റവും തകർന്നടിഞ്ഞ ഒരു മനുഷ്യനെ വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും ഭക്ഷിക്കാൻ കൊതിച്ച ആ മനുഷ്യൻ, അവനും അവൻ്റെ അപ്പനുമായുള്ള സ്നേഹത്തെക്കുറിച്ചോർത്ത് ആ അപ്പൻ്റെ അടുത്തേക്ക് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. മകൻ്റെ വരവിനു വേണ്ടി കണ്ണിമ വെട്ടാതെ ദൂരത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു അപ്പനും. നമ്മെ ഓരോരുത്തരെയും കാത്ത് നമ്മുടെ തിരിച്ചുവരവിനു വേണ്ടി പിതാവായ ദൈവം കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ കഥ പറയട്ടെ. അതിശക്തമായി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി വരുന്ന കഴുതയുടെ മൃതശരീരത്തെ മരക്കൊമ്പിലിരിക്കുന്ന കഴുകൻ കാണുകയാണ്. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആഴിയുടെ അഗാധങ്ങളിലേക്ക് പതിക്കുന്നതിന് മുൻപ് കഴുകൻ ശവശരീരത്തിൽ വന്ന് അതിനെ കൊത്തിത്തിന്നുകയാണ്. എന്നാൽ വെള്ളത്തിനിളക്കം തട്ടുമ്പോൾ കഴുകൻ ഈ മൃതശരീരത്തിൽ വീണ്ടും വീണ്ടും മുറുക്കിപ്പിടിച്ച് കൊത്തിത്തിന്നു. അല്പസമയത്തിനുള്ളിൽ മൃതശരീരം വെള്ളച്ചാട്ടത്തിലേക്ക് വീഴാറായപ്പോൾ കഴുകൻ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് 2 ചിറകുമടിച്ച് പറക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. വീണ്ടും വീണ്ടും പറക്കാൻ ശ്രമിച്ചു. ചിന്തിച്ചു നിൽക്കാൻ സമയം കൊടുക്കാതെ കഴുതയുടെ ശവശരീരത്തിനൊപ്പം ബലവാനായ കഴുകനും ആഴിയുടെ അഗാധതയിലേക്ക് വീണു. എന്താണ് കഴുകന് സംഭവിച്ചത്? കഴുകന് ശക്തിയുള്ള ചിറകുകൾ ഇല്ലാഞ്ഞിട്ടല്ല, എപ്പോഴാണ് പറക്കേണ്ടതെന്ന് അറിയാഞ്ഞിട്ടുമല്ല. കഴുതയുടെ ശവശരീരത്തിൽ ഓരോ തവണ മുറുക്കിപ്പിടിക്കുമ്പോൾ കഴുകൻ പോലും അറിയാതെ തൻ്റെ കൂർത്ത നഖങ്ങൾ കഴുതയുടെ വാരിയെല്ലിനുള്ളിലേക്ക് കയറുകയായിരുന്നു, തനിക്ക് തന്നെ വിടുവിക്കാനറിയാതെ. ഇതുപോലെ തന്നെയാണ് ഓരോ പാപവും നമ്മിൽ പിടിമുറുക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ. അതിനാൽ ദൈവം നിൻ്റെയും എൻ്റെയും തിരിച്ചു വരവിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ കുമ്പസാരക്കൂട്ടിലും. അനേകം അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ദൈവം തരുന്നുമുണ്ട്. അത് വേണ്ട വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം.